നീയൊക്കെ ചെയ്യുന്നത് വെറും തലന്താണ്, വെറും ഒരു ചാണകം. ജനം ചാനൽ വെച്ച് മതിയാക്കണം. പ്രാർത്ഥനാ സംഗമം സമ്പൂർണ്ണ പരാജയം. നിനക്കൊക്കെ ഒരു ഉളുപ്പില്ലടാ ഈ ഇങ്ങനെയൊക്കെ കള്ളങ്ങള്, ഈ പാന്റ് വിട്ട് കോട്ട് വിട്ടുകൊണ്ട് അത് പാവപ്പെട്ട കൊച്ചു സഹോദരിമാരെയൊക്കെ പിടിനിർത്തി അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും തള്ളാനും ഒക്കെ. ആണ്ടിലൊരിക്കലെങ്കിലും ഒരു സത്യസന്ധമായ ഒരു വാർത്ത ഇതിനകത്ത് ഇടടേ. നമ്മൾ അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ പ്രാർത്ഥനാ സംഗമം പാലൂട് വെച്ച് കഴിഞ്ഞു. തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും യുവമാരൊക്കെ കാറിലെ പോണുണ്ട്. നമ്മൾ അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ പ്രാർത്ഥനാ സംഗമം നടത്തിയ ഭാഗത്തും 10-ലധികം വരുന്ന ഗുണ്ടാ ടീമുകളെ ഇറക്കിയാണ്. ഇവരൊക്കെ ഗുണ്ടകളെന്നാ എന്തൊക്കെ പരിവേഷം കൊടുത്തിട്ട് പോകുന്നുണ്ട്. പ്രാർത്ഥനാ സംഗമം റോഡിൽ വെച്ചല്ല നടത്തുന്നത്. ഗുണ്ടകളെ അടക്കം ഇറക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജനം ടിവിക്കെതിരെ വലിയ രീതിയിലുള്ള ഗുണ്ടായിസ പ്രവർത്തനങ്ങൾ അവർക്ക് ആവശ്യവെച്ചിരുന്നു. ഒരു 10-35 പയ്യന്മാരെ ഈ വാളണ്ടിയേഴ്സ് ആയിട്ട് ഈ കാർ പാർക്കിങ്ങിന്റെ അടുത്തൊക്കെ നിർത്തിയിരുന്നു. അവന്മാരെയൊക്കെ കണ്ടിട്ട് ഇത്രയും പേരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ഗുണ്ടകളെന്നാ എന്തൊക്കെ പരിവേഷം കൊടുത്തിട്ട് പോകുന്നുണ്ട്. പരിശോധിച്ചപ്പോൾ 30-ൽ താഴെ ആളുകൾ മാത്രമാണ് പരിപാടിയിൽ പങ്കെടുത്തത് എന്നുള്ളതാണ്. ഏകദേശം 200 പേർ ഉൾക്കൊള്ളുന്ന ഒരു ആരാധനാലയം. അതിനകത്ത് 120 പാസ്റ്റർമാർ വന്നു. അതേപോലെ 30 പാസ്റ്റർമാരുടെ ഭാര്യമാർ, മറ്റു ചില കുറച്ച് വിശ്വാസികൾ, ഒരു 160 ചായയും പരിപ്പുടയും അന്ന് വന്നവർക്കെല്ലാം കൊടുത്തു. ഇതാണ് സത്യസന്ധമായ കണക്ക്. അവനൊക്കെ 30 പേർ മാത്രമുണ്ട്. ഈ പ്രാർത്ഥന മീറ്റിംഗ് പാളിപ്പോയി. ജനം ടിവിക്കെതിരെ ജയ് മസി കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നെയ്യാറ്റിൻകരയിൽ നടത്തിയ പ്രാർത്ഥനാ സംഗമം സമ്പൂർണ്ണ പരാജയം. 500-ലധികം പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും 30 പേർ പോലും എത്തിയിരുന്നില്ല. നീയൊക്കെ ചെയ്യുന്നത് വെറും തലന്താണ്, ഒരു ലോക്കൽ പൈങ്കിളി, വെറും ഒരു ചാണകം. വാസ്തവം പറഞ്ഞ ഒരു ചാണകത്തെക്കാളും കീഴെയുള്ള വിവരം കെട്ടതാണ്. ജനം ചാനൽ വെച്ച് മതിയാക്കണം. നല്ലൊരു സമാപ്തിയിലേക്കല്ല ജനം ചാനലിന്റെ ഈ പോക്ക്. മാധ്യമധർമ്മത്തിന്റെ അതിരുകളും എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് ജനം ചാനൽ ചെയ്യുന്ന ഈ തരികിട വാർത്തകൾ വച്ച് മതിയാക്കുന്നതാണ് നിങ്ങളുടെ ശുഭകരമായ ഭാവിക്ക് നല്ലത്. ജനം യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ജനം ടിവിയുടെ പ്രേക്ഷകർ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ക്ഷേത്രക്കൊള്ള നടക്കുന്നു. എത്രയോ മറ്റേ വടക്കൻഡിലെ ക്ഷേത്രങ്ങളൊക്കെ എല്ലാം ഇവന്മാരെല്ലാം കൊള്ളയടിക്കുന്നു. ഈ ജനം ടിവിയിൽ ഒരു വാർത്ത അവന്മാർക്കെതിരെ പറഞ്ഞോടാ. പെന്തക്കോസ്തുകാര നീയാണ് കേൾക്കേണ്ടത്. അപ്പൊ അവരുടെ ആ ഒരു ഇത്രയും വിഷയം നടന്നിട്ടും അവരെ വിട്ടുകൊടുക്കുന്നില്ല. എന്തെല്ലാം വിഷയങ്ങൾ, കൊള്ളകൾ ക്ഷേത്രങ്ങളിൽ വടക്കേന്ത്യയിലൊക്കെ പലയിടങ്ങളിൽ നടന്നിട്ടും അതിനൊരു വാർത്തയായിട്ടോ എപ്പിസോഡാക്കിയോ ഈ ജനം ടിവി നടത്തുന്നോ? അവരുടെ ആ ഐക്യത, അവരുടെ സ്വജന തെറ്റ് ചെയ്തിട്ട് പോലും വിട്ടുകൊടുക്കാത്ത ആ മനസ്സ് പെന്തക്കോസ്തുകാർ പഠിക്കേണ്ടവെന്നാണ്. ജനം ടിവിക്കെതിരെ ജയ് മസി കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നെയ്യാറ്റിൻകരയിൽ നടത്തിയ പ്രാർത്ഥനാ സംഗമം. ജയ് മസിയുടെ അർത്ഥം അറിയോ? ജയ് മസി, മസിഹ ജയിക്കട്ടെ, ക്രിസ്തു ജയിക്കട്ടെ, ക്രിസ്തുവിന്റെ ആശയങ്ങൾ ജയിക്കട്ടെ. നിന്റെയൊക്കെ കൊണ്ട് എത്ര പ്രാവശ്യം ആ ചാനൽ ജയ് മസി അത് ഞങ്ങളോടുള്ള നീതിയാണ്. മനസ്സിലായില്ലേ? നിന്റെ കൊണ്ട് എത്ര പ്രാവശ്യം ജയ് മസി എന്ന് പറയുന്നു. അപ്പൊ നിങ്ങളെ കൊണ്ട് നിങ്ങൾ പോലും അറിയാതെ ദൈവം പഠിപ്പിക്കും. അതിന്റെ ആ നാവിലെ നിങ്ങളൊക്കെ നാവിലത് എടുക്കാൻ ആ ഭാഗ്യം കൂടെ നിങ്ങൾക്ക് ഉണ്ടായത് തന്നെ ഒരു ഭാഗ്യമാണ്. പിന്നെ ജയ് മസി കമ്മ്യൂണിറ്റി 10-12 വർഷം മുമ്പേ ഇവിടെ തുടങ്ങി. അത് ചാരിറ്റബിൾ ആക്ട് അനുസരിച്ച് അതിന്റേതായ നിലവിൽ നടക്കുന്നു. ഭാരതമാകമാനം പല പ്രാവശ്യം മിഷൻ ടൂർ നടത്തി, കേരളത്തിൽ മുഴുവനും മിഷണറി യാത്ര നടത്തി, നിയമപരമായ സഹായങ്ങൾ പലർക്കുമൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സംഘടനയാണ്. ഇതിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ജയ് മസി കമ്മ്യൂണിറ്റി. അതിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ മീറ്റിംഗ് നടന്നത്. മനസ്സിലായില്ലേ? ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇവിടുത്തെ പെന്തക്കോസ്തിലെ പാസ്റ്റർമാർ ജനം ടിവി ചാനലിനെ കണ്ടുപിടിക്കേണ്ട ഒരു വിഷയങ്ങളുണ്ട്. ഇപ്പോ ഈ വിഷയങ്ങളൊക്കെ വന്നപ്പോ പിന്നെ കുറെ ചാനലുകള്, വടക്കേ ഇന്ത്യയിലെ കുറെ ചാനലുകള്, കുറച്ച് ആൾക്കാരൊക്കെ പോസ്റ്റ് ഇടുന്നു. ഇവിടെ ഇത് ദൈവമക്കൾക്ക് പാടുണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സംഘപരിവാറിന്റെ അനുകൂലത കൊടുത്തൊക്കെ പാവം ഇവരൊക്കെ ഓരോ പ്രസ്താവനയും പോസ്റ്റുകളൊക്കെ ഇടുന്ന കണ്ടു. ഞാൻ അതിനെ വിമർശിക്കുന്നില്ല. കാരണം ചിന്തിച്ചപ്പോ അവരൊക്കെ അവിടെ വടക്കേ ഇന്ത്യയിലൊക്കെ ഇരുന്ന് അവരെയൊക്കെ പ്രീണനം നടത്തിയിട്ടേ കാര്യമുള്ളൂ, അവരെയൊക്കെ പ്രീതിപ്പെടുത്തിയിട്ടേ കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതങ്ങിരിക്കട്ടെ. ചില ചാനലൊക്കെ കയറിയിരുന്നും അല്ലെങ്കിൽ ചിലരൊക്കെ സംഘപരിവാറിനെ സ്തുതിപാലനം അവരെ കൊണ്ട് ചെയ്യുന്നു. നിങ്ങളെ മുന്നേ എന്നോ സവർക്കർ എന്നോ എന്നും
വീണ്ടും വീണ്ടും ആക്ഷേപം ഞാൻ പറയുന്നില്ല. നിങ്ങളുടെയൊക്കെ സാഹചര്യം പണ്ടും ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് നോട്ട് ടേണിംഗ് ബാക്ക് എന്നൊക്കെ പാട്ട് പാടി വീരമൃത്യു അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വഹിക്കപ്പെട്ടവർ, അതിനു മുമ്പ് യേശുവിന്റെ മാർഗം വേണമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ ഈ മാർഗത്തിൽ നിലനിന്നു. എത്ര കൊച്ചു കുഞ്ഞുങ്ങൾ വരെ, അവരൊക്കെ വാസ്തവത്തിൽ പറഞ്ഞ ഈ പെന്തക്കോസ് വിശ്വാസത്തിൽ പോലും അല്ലാത്ത പാർത്രക്കീസ് അങ്ങനെയൊക്കെയുള്ള സഭാഭാവത്തിൽപ്പെട്ടവർ വരെ ആ ഒരു വിശ്വാസ മൂല്യത്തിൽ നിലനിന്ന അടിത്തറ നിലനിൽക്കുമ്പോൾ ഈ ചെറിയ സവർക്കറെ പോലെ മുന്നയെ പോലെയൊക്കെ ഈ ഇവരുടെ സ്തുതിപാലനം ചെയ്യുന്ന പാസ്റ്റർമാർ, പരിതാപം. നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ധൈര്യവും ഒക്കെ അവിടെ ഇരിക്കട്ടെ. ഇത് നിങ്ങളിങ്ങനെ തുടർന്നു കഴിഞ്ഞാലേ, ഇപ്പോ നിങ്ങളുടെ തലത്തിൽ ഇറങ്ങി വന്നിട്ട് നടുറോഡിലെ ക്ഷേത്രം ഇരിക്കുന്നു, അവിടെ ശബ്ദകോലാഹലം ഇരിക്കുന്നു, ഇവിടെ ഇന്ന അനാചാരം നടക്കുന്നു, ഇവിടെ ഇങ്ങനെ കുരുതി കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ തലത്തിൽ ഇറങ്ങി വന്ന് ഇതേപോലത്തെ കേസുകൾ കൊടുക്കാൻ പറ്റും. ദേവസ്വം ബോർഡിന്റെ കീഴിലല്ലാത്ത പല പല ക്ഷേത്രങ്ങളും പല പല സ്ഥലങ്ങളും ഇരിക്കുന്നു. ഗവൺമെന്റിന് ഇത്ര നിയമം ലംഘിച്ചുകൊണ്ട് ഇന്നയിടങ്ങളിൽ അതിരിക്കുന്നു, ഇതിരിക്കുന്നു, വഴിയോരങ്ങളിൽ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്യാൻ പറ്റും. എന്തിനങ്ങനെയൊക്കെ ചെയ്തെടുപ്പിക്കുന്നു? പക്ഷേ നിങ്ങളായിട്ട് അങ്ങനെയൊന്നും ചെയ്തെടുപ്പിക്കരുത്. മനസ്സിലായില്ലേ? എടാ, ഞങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയിലും നീതി വ്യവസ്ഥയിലും അനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം എലോഹിം ചർച്ചിലെ വിഷയമൊക്കെ ഏകദേശം കത്തിയമർന്ന് തീർന്നു കഴിഞ്ഞു. ഇപ്പം പാവപ്പെട്ട പാസ്റ്റർമാർ അവിടെ ഇവിടെയൊക്കെ ഇവരിങ്ങനെ ചെകഞ്ഞു നടക്കുന്നു. പക്ഷേ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇതിന്റെ പേരിലെങ്കിൽ കുറെ സുവിശേഷം കേൾക്കാൻ നിങ്ങൾക്ക് ഇടയായല്ലോ. പാസ്റ്റർമാരെ പ്രസംഗങ്ങൾ ചകഞ്ഞ് എന്തെങ്കിലും ഒരു പോയിന്റ് എടുത്ത് നിയമപരമായിട്ട് പോരാടാൻ വേണ്ടി ഇവരെ പ്രസംഗങ്ങളേക്ക് ചകഞ്ഞ് നടക്കുന്നില്ലേ? ധന്യമായി നമ്മൾ. പിന്നെ ഇതിനകത്ത് നിന്ന് ഈ ഇര കത്തുമ്പോൾ വാഴ നടുക എന്നൊക്കെ പറയുന്ന പരിപാടി ഉണ്ടല്ലോ. ഈ പിങ്ങേര് വിനു വാഴമുട്ടത്തിനൊരു വിഷയം വന്നപ്പോ, ഇത്രയും വിഷയം ആളി കത്തിക്കൊണ്ടിരിക്കുമ്പോ കുറെ എണ്ണം ഇവിടെ തിരുവല്ലയില് ആരോ ഒരാളൊരു പുതിയ സഭ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കുറെ ആത്മാക്കളെ കൊണ്ട്, പിന്നെ അങ്ങ് വടക്ക് കട്ടപ്പനയോ ആ സൈഡിൽ ഒരു പയ്യൻ സഭ ഉണ്ടാക്കിയെന്ന് പറഞ്ഞായിട്ടു. ഒരാൾ മാനസികമായിട്ട് തകർന്ന് നീതിമുത് ഉപദ്രവിക്കപ്പെട്ട് കിടക്കുമ്പോൾ യോനാഥാനെ പോലെ മൊർദെഖായെ പോലെ അത് ന്യായമോ അന്യായം അതൊന്നും അല്ലടാ. അതൊരു സൗഹൃദത്തിന്റെ ലക്ഷണം. കൂടെ നിൽക്കുക. ആ ഒരു പാഠം ജനം ടിവിയിൽ നിന്ന് പെന്തക്കോസ്തുകാർ പഠിക്കണം, ക്രിസ്ത്യാനികൾ പഠിക്കണം. ഈ നാളുകളിൽ അവസാനം നിങ്ങൾ ചെയ്യുന്ന ഈ തൈട ഈ കോട്ടയത്ത് സോളം പാസ്റ്ററോ ഇവിടെ പരന്ന് നടന്ന് പെന്തക്കോസ്തുകാരൊക്കെ പരന്ന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി വേട്ടയാടി അതിനെ ചാനലിൽ കൊണ്ടുവന്ന് കർത്താവും കർമ്മവും ക്രിയയില്ലാതെ ഇങ്ങനെയൊക്കെ ഇടുന്നത് വെറും പരിതാപമാണ്, പൈങ്കിളിയാണ്. കാണാൻ വളരെ ബോറ്, കേൾക്കാൻ വളരെ ബോറ്. അതൊക്കെ മാറ്റിപ്പിടി. ഇടയ്ക്ക് ഒരു അവതാരിക പറയണ കേട്ടു, നാമജപം നടത്തിയപ്പോഴൊന്ന് പോലീസ് കേസെടുത്തു. നാമജപം നടുറോട്ടിൽ വെച്ച് നടത്തിയ പോലീസ് കേസെടുക്കും. ഞങ്ങൾക്കുള്ള പഠനം രഹസ്യത്തിലുള്ള പിതാവിനെ രഹസ്യ അറയിൽ കയറി പ്രാർത്ഥിക്കണം. പിന്നെ നീയൊക്കെ ചിന്തിക്കുന്ന ഇടത്തിൽ പോയി ഇത് സമാപ്തി വരുമെന്ന് വ്യാമോഹം വേണ്ട. ഈ ജനം ചാനലിന്റെ എരകടിയെ ഇത് എവിടെ പോയി എത്തി നിൽക്കും എന്നതിൽ അല്പം ഒരു ദുരൂഹതയുണ്ട്. ജനം യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ജനം ടിവിയുടെ പ്രേക്ഷകർ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നേ വരെ നീ എനിക്കിട്ട് തന്നിട്ടുള്ള എല്ലാ പണിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണണം.